ഫൈനലി ഈ ഒരു ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക. അതുപോലെ തന്നെ ഇതിന്റെ സ്കേർട്ടിന്റെ സ്റ്റിച്ചിങ് ഞാൻ ലാസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് അതിന്റെ അഭിപ്രായം ഒന്ന് അറിയിക്കുക. ഇപ്പോൾ നമ്മൾക്ക് ബ്ലൗസിന്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഈ ഒരു ലൈനിങ് എല്ലാം സെറ്റാക്കി വെക്കലാണ്. ഫസ്റ്റ് നമ്മളൊരു ക്രൈപ്പ് ലൈനിങ് ആദ്യം താഴ്ഭാഗം വെച്ചതിന് ശേഷം നമ്മൾ ഓർഗാൻസ മെറ്റീരിയൽ അതിൻ്റെ മേലിൽ വെക്കുക. അതിൻ്റെ മുകളിലാണ് നമ്മൾ കോട്ടൺ ലൈനിങ് വെക്കാനുള്ളത്. അതെന്തിനാന്ന് വിചാരിച്ചാൽ നമ്മൾ തിരിച്ചിടുമ്പോൾ ഈ ഒരു കോട്ടൺ ലൈനിങ് നമ്മൾ കുട്ടീൻ്റെ മേത്തൊട്ടേക്ക് മുട്ടിയ രീതിയിൽ ഈ ഒരു കോട്ടൺ ലൈനിങ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ വെക്കുന്നത്. ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ ഹൂക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിക്ക് ഇതുപോലെ 2 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കോട്ടൺ ലൈനിങ് ഒന്ന് മുകളിലേക്ക് വെച്ചതിന് ശേഷം അതിന്റെ മേലിലേക്ക് ഈ ഒരു ഫോൾഡ് ചെയ്ത പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനാണ്. ഇതാണ് നമ്മൾ ഹൂക്ക് പടി സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം നമ്മൾ പിന്നെ ഇതിൽ സെറ്റാക്കി വെക്കലാണ്. വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിന്റെ മേളിൽ നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുത്തതിന് ശേഷം രണ്ടാമത് ആ ഒരു ലൈനിങ്ങിന്റെ മേലിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി കേട്ടോ. നമുക്കിപ്പം ഇത് എളുപ്പ വഴിക്ക് നമ്മൾ ഈ ഒരു പിന്നും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഒരു സ്റ്റിച്ച് കൊടുക്കാറുള്ളത്. ആ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ അതിന്റെ മുകളിലേക്കൂടെ തന്നെ നമ്മളൊരു ബാക്കിന്റെ ആ ഒരു നെക്കിന്റെ മേലിലും ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പം ബാക്ക് പീസിന്റെ ആ ഒരു സ്റ്റിച്ചിങ് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പൊ ബാക്കി വരുന്ന ഈ ഒരു ക്ലോത്തും കാര്യങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നെക്കിന്റെ പോർഷനിൽ കോയിലും കരയുന്നുണ്ട് കേട്ടോ. നെക്കിന്റെ പോർഷനിൽ ഇതേപോലെ ഒരു കട്ടിട്ടിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു പിന്നും കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി വെച്ചതിന് ശേഷം ബാക്കിന്റെ നമ്മൾ ഈ ഒരു ഹൂക്ക് ഇടുന്ന ഭാഗമില്ലേ, ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ടായത്. അത് ഇതൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അതെല്ലാം സെറ്റാക്കിയ ശേഷം നമ്മൾ അതിന്റെ മുകളിൽ പുറത്തേക്കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കലാണ്. അപ്പൊ ആ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഹൈഡായിട്ട് തന്നെ അതിന്റെ ഉള്ളിൽ കിടക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി കേട്ടോ. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ബാക്കിന്റെ ഇപ്പുറത്തെ സൈഡ് ഉണ്ടാവില്ലേ, ഹൂക്ക് വെക്കുന്ന ആ ഒരു പടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിക്ക് 3 ഇഞ്ചിൽ ഇതേപോലെ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ടാകുമ്പം നമ്മൾ ആ ഒരു കോട്ടൺ ലൈനിങ് ആദ്യം മാറ്റി വെച്ചതിന് ശേഷം ഈ നെക്കിന്റെ ഏകദേശം ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഈ ഒരു പടി വെക്കുക. ഓക്കെ, ഇതുപോലെ മാർക്കിങ് ചെയ്തിട്ട് 1/2 ഇഞ്ചിലേക്ക് ഒരു മാർക്കിങ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോൾഡ് ചെയ്ത ആ ഒരു പീസിൽ അതിന്റെ മേലിൽ കൂടി ഇതേപോലെ സൂചിയെല്ലാം പിൻ ചെയ്തതിന് ശേഷം അതിന്റെ മേലിൽ നമ്മൾ കോട്ടൺ ലൈനിങ് വെക്കും. ഓക്കെ, എന്നിട്ടാകുമ്പം നെക്ക് മുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു പടിയിലേക്ക് അവസാനിപ്പിക്കും. ഞാനിതിപ്പോ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് തെറ്റിപ്പോയി. അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോ എനിക്ക് വരുന്ന ഒരു അബദ്ധമാണ്, സ്പീഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് തെറ്റിപ്പോക്കുണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ ഷോർട്സിലും ഞാൻ അധികം ഇടാറുണ്ട്, എൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയാം. അപ്പൊ നമ്മൾ ആ നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്ത ശേഷം താഴ്ഭാഗം ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പീസ് നമുക്ക് ഇതേപോലെ റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ ഹൈഡായിട്ട് കിട്ടും. ചില ആൾക്കാരെല്ലാം നമ്മൾ ആ ഒരു പീസ് നമ്മൾ മെയിൻ ക്ലോത്തിന്റെ മേലെ തന്നെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ലൈനിങ്ങിന്റെ ഉള്ളിലേക്ക് കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യലാണ്. പക്ഷെ ഈ ഒരു ലെവലിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സ്റ്റിച്ചിങ് തന്നെ നല്ല അടിപൊളി പെർഫെക്റ്റ് ലുക്കിൽ കിട്ടും കേട്ടോ. അപ്പം അതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളെ ഫ്രണ്ട് ഭാഗത്തെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റുക. അതുപോലെ തന്നെ നമ്മളെ ബ്ലൗസിന്റെ താഴെ ഭാഗത്ത് ഇതുപോലൊരു 3 ഇഞ്ചിന്റെ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ബ്ലൗസിന്റെ നല്ല ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഫസ്റ്റ് ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. ഓക്കെ, എന്നിട്ടാവുമ്പം അതിന്റെ മുകളിലേക്കൂടി ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ഉള്ളിലോട്ടേക്ക് വെക്കുക ആ ഒരു പീസ്. എന്നിട്ടാവുമ്പോൾ നമ്മൾ മുകൾ ഭാഗത്തേക്കൂടി അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ആൾ ഇതേപോലെ ഈ ഒരു ബ്ലൗസിന്റെ നമ്മൾക്കിപ്പം ഒരു 10 ഇഞ്ച് ബ്ലൗസിന്റെ ലെങ്ത് വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിക്ക് 2 ഇഞ്ച് എക്സ്ട്രാ ആ ഒരു ബ്ലൗസിന്റെ പീസിൽ തന്നെ ലെങ്ത് എടുക്കും. എന്നിട്ട് ആ ഒരു 2 ഇഞ്ചാണ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. പക്ഷെ അതിനും ബെറ്റർ ഈ ഒരു രീതിയിൽ ചെയ്യലാണ്. അപ്പം ഇതും നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കട്ടോ. നമ്മൾ രണ്ടാമത്തെ ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന്റെ ആ ഒരു ലെങ്ത് എല്ലാം കറക്റ്റ് ഒന്ന് നോട്ട് ചെയ്യാനുണ്ട്. അതിൽ നോട്ട് ചെയ്ത ശേഷം സെക്കൻഡിൽ ഈ ഒരു പീസും അതേപോലെ തന്നെ നമ്മളൊരു പീസ് വെച്ചിട്ട്
സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ബ്ലൗസിന്റെ താഴെ ഭാഗത്ത് ടെക്കും കാര്യങ്ങളും ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു പീസിലും ആ ഒരു ടെക്കിന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഞാനിപ്പോ അവിടെ ടെക്ക് ഇടാത്തത് കൊണ്ടാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാത്തത്. ഇനി ഞാൻ ഈ ഒരു ടെക്ക് ഇട്ടിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ബാക്ക് പീസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിന്, നല്ല റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ വന്നിട്ടുണ്ടായിന്. നെക്സ്റ്റ് ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് വർക്കും കാര്യങ്ങളിലും അതിന്റെ നെക്ക് ഭാഗത്ത് ആഡ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിക്ക് നമ്മൾ ഇതുപോലെയുള്ള വർക്ക് മെറ്റീരിയലെല്ലാം എടുത്തിട്ട് നമ്മൾ ഈ ഒരു സോൾഡറിങ് അയൺ ഇല്ലേ അത് വെച്ചിട്ട് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റലാണ്. ഈ സോൾഡറിങ് അയണിനെ കുറിച്ചിട്ട് ഞാൻ മുന്നേ കുറച്ച് ഷോർട്സ് എല്ലാം എടുത്തിട്ടുണ്ടായിന്. ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കട്ടെ. നമ്മൾ കട്ട് ചെയ്യുന്ന രീതിയും അതിന്റെ പർച്ചേസിങ്ങും എല്ലാം ഞാൻ അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പം ഇത് ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റലാണ് നെക്സ്റ്റ് പരിപാടി. നമ്മൾ ഹാൻഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ട് ഒത്തിരി ക്യാഷ് നഷ്ടപ്പെടുത്തുന്നതിനും ബെറ്റർ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നമ്മൾ അടിപൊളി ലുക്ക് കൊടുക്കലാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇതുപോലെ കുറച്ചധികം നമ്മൾ ഫ്ലവേഴ്സിലും ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് കൂടുതലുണ്ട്. അത് നമ്മൾ സ്കേർട്ട് പോർഷനിലും ഓരോരോ സൈഡായിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തുന്നി കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുന്നി കൊടുക്കലാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നെക്ക് പോർഷനിലും അതെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു നെക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. കാരണം നമ്മൾ നെക്കിന്റെ സൈഡിൽ നമ്മൾ ബീഡ്സ് വെച്ചിട്ട് തുന്നി കൊടുത്തോണ്ട് നമ്മൾക്ക് ഡബിൾ ഫൂട്ട് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൽ കുറച്ച് പെർഫെക്റ്റ് ഇല്ലാത്തതുപോലെയാണ് തോന്നാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഇതേപോലെ വർക്കും കാര്യങ്ങളുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ചുരിദാറും കാര്യങ്ങളിലും സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ പറയുക നെക്ക് പോർഷനിൽ ഇതേപോലെ വർക്കും കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. എന്നാൽ നമ്മൾ അടിപൊളി ലുക്കിൽ കിട്ടും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യണേ. നമ്മൾ നെക്കും കാര്യങ്ങളിലും ഇതിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് ഇടലാണ്, അതായത് കോട്ടൺ ലൈനിങ്. അപ്പം നമ്മൾ എല്ലാ സൂചിയും കാര്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ സ്ലീവ് വെക്കലാണ്. സ്ലീവിന് വേണ്ടിക്ക് ഒരു സ്ട്രാപ്പ് പോലത്തെ ഒരു ജസ്റ്റ് ഒരു നമ്മളാ ഒരു ആം ഹോളിന്റെ സൈഡിൽ ഒരു ചെറിയൊരു സ്ട്രാപ്പ് പോലത്തെ ഒരു വെറൈറ്റി ഒരു സ്ലീവാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടായത്. അതിന് സ്റ്റിച്ചിങ് വീഡിയോ ഇതിൽ വന്നിട്ടുണ്ടായിട്ടില്ല, സോറി കേട്ടാ. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ആം ഹോളെല്ലാം ഹൈഡായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ച് ഷോർട്സും കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കട്ടാ. അപ്പം നമ്മൾ ഈ ഒരു ബോഡി പാർട്ടെല്ലാം ഏകദേശം കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിന്. നെക്സ്റ്റ് നമ്മൾ ഒരു താഴ്ഭാഗത്ത് ഒരു ഹാങ്ങിങ് ലേസ് ഫിറ്റ് ചെയ്യലാണ്. അതിന് വേണ്ടിക്ക് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഹാങ്ങിങ് സൈഡ് നമ്മൾ നല്ല ഭാഗത്ത് ഫസ്റ്റ് ഒന്ന് വെക്കുക. അത് ഹാങ്ങിങ് മുകളിലോട്ടേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ടാണ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു 3 ഇഞ്ചിന്റെ ഒരു പീസ് നമ്മൾ ബാക്ക് പീസിൽ ബ്ലൗസിന്റെ ബാക്ക് പീസിൽ നമ്മൾ താഴെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായില്ലേ, ആ ഒരു സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 3 ഇഞ്ചിന്റെ ഒരു പീസ് ഒന്ന് ഫോൾഡ് ചെയ്തതിനു ശേഷം അതിന്റെ മേളിലേക്ക് കൂടി ഒന്ന് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ടാവുമ്പം അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലോട്ടേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിന്റെ മേളിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിന്. നെക്സ്റ്റ് നമ്മൾ ഒരു ഷേപ്പിംഗ് ചെയ്യലാണ്. ആ ഷേപ്പിംഗ് ചെയ്യാൻ വേണ്ടിക്ക് നമ്മൾ ആദ്യം നല്ല ഭാഗത്ത് വെച്ച്, അതായത് ബ്ലൗസ് ആദ്യം നല്ല ഭാഗത്ത് തന്നെ വെച്ചിട്ട് അതിന്റെ സൈഡിൽ കാലിഞ്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ടാകുമ്പം നമ്മൾ ഉള്ളിലോട്ടേക്ക് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മളെ ഉൾഭാഗത്തെ കൂടി നമ്മളെ എന്താ പറയാ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യുക. അപ്പം നമ്മൾ കുട്ടികളുടെ മേത്ത് തറക്കാതെയും കുത്താതെയും രീതിയിൽ ആ ഒരു ബ്ലൗസ് ഇടാൻ പറ്റും കേട്ടോ. ഇതല്ലാണ്ട് പല രീതിയിലും ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. ഫൈനലി നമ്മളൊരു ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായത്. ഉൾഭാഗം ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടാനുണ്ടായത്. ഫൈനലി ഇതിന്റെ ലുക്ക് വന്നിട്ടുണ്ടായത് ഈ ഒരു രൂപത്തിലാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കിക്കോട്ടോ. കാരണം നല്ല പെർഫെക്റ്റ് ലുക്കിൽ തന്നെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രസ്സും അടിപൊളി റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കണ്ടുവെക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം, എന്നാൽ തന്നെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കട്ടെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.